ഹലോ എവറി വൺ. യൂസസ് ഓഫ് ക്യാൻ ആൻഡ് ക്യാൻ ബി. ക്യാൻ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ വേർഡാണ്. ഒരുപാട് പ്രയോഗങ്ങൾ, ഒരുപാട് സിറ്റുവേഷനിൽ നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ക്യാൻ ബി എന്ന് പറയുന്ന ഒരു പ്രയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, ഇവയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മോഡൽ വേർബ്സ് എന്നാണ്. ഈ മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാന്, മേ, മൈറ്റ്, മസ്റ്റ്, വില്ല്, ഷാള്, വുഡ്, ഷുഡ്, ഹാവ് ടു, നീഡ് ടു, വോട്ട് ടു, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതിൻ്റെ വ്യത്യസ്ത പാറ്റേൺസുകൾ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 40ഓളം പാറ്റേൺസ് ശരിക്കും പഠിക്കാനുണ്ട്. അതായത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആത്മാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മോഡൽ വേർബുകളുടെ ഉപയോഗമാണ്. മോഡൽ വേർബുകൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. നമ്മുടെ നിത്യസംഭാഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കീ ഫ്രേസസ്, കീ സെൻറ്റൻസസ് എന്ന് പറയുന്നത് മോഡൽ വേർബ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഷാളും, ഷുഡും, വുഡും, കുഡും, ക്യാൻ ഹാവും, മേ ഹാവും, വുഡ് ഹാഫ് ബീനും ഷാൽ ഹാഫ് ബീനും ഒന്നും ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പാറ്റേൺസ് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ 40ഓളം വരുന്ന പാറ്റേൺസ് ഉണ്ട്. അതായത് ഈ പറയുന്ന മോഡൽസും സെമി മോഡൽസും ഉൾപ്പെടെ അതിൻ്റെ വിവിധ ഫോർമാറ്റുകൾ, അതായത് ഈ പറഞ്ഞ ക്യാനിൻ്റെ കൂടെ ബി ചേർത്ത്, വുഡിൻ്റെ കൂടെ ഹാവ്, വുഡിൻ്റെ കൂടെ ഹാവും ബീനും ചേർത്ത്, ഇങ്ങനെയുള്ള ഫോർമാറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം 40ഓളം ഉണ്ട്. അപ്പോൾ ഈ 40ഓളം പാറ്റേൺസ് കൃത്യമായിട്ട് നല്ല പച്ചവെള്ളം പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല പച്ചവെള്ളം പോലെ സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഒരു 10 ക്ലാസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ഇന്ന് നമ്മളിതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്യാനും ക്യാൻ ബി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്യാനും ക്യാൻ ബി അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗം നമ്മുടെ നിത്യസംഭാഷണത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് തീരുമാനം മനസ്സിലാവും. സ്പോക്കൺ ഇംഗ്ലീഷിലെ ക്യാനിൻ്റെ ഉപയോഗത്തെ പ്രധാനമായും നമുക്കറിയാം, ഈ പറയുന്ന വാക്കുകൾക്ക് ഒട്ടനവധി ഉപയോഗങ്ങളുണ്ടാവാം. വളരെ അഡ്വാൻസ് ലെവലായിട്ടുള്ള പല രീതിയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഉപയോഗം കണ്ടിട്ടുണ്ടാവാം. എങ്കിലും വളരെ കൃത്യമായി ഇതിനകത്ത് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ട് ഒരുപാട് സെൻറ്റൻസുകൾ, സംഭാഷണങ്ങൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ക്യാൻ വെച്ചുകൊണ്ട് നിത്യസംഭാഷണത്തിൽ 4 തരം സെൻറ്റൻസുകളാണ്, 4 തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യാൻ ബി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ 4 തരത്തിലുള്ള സെൻറ്റൻസുകളെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടു എക്സ്പ്രസ് എബിലിറ്റി. നമുക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള എബിലിറ്റി, കഴിവുകളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ക്യാൻ സാധാരണ സംഭാഷണങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുക. ഈ ക്ലാസ്സിൽ ഞാൻ തരുന്ന സെൻറ്റൻസുകളെല്ലാം നമ്മുടെ നിത്യ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ജസ്റ്റ് ക്യാനും ക്യാൻ ബി എന്താണെന്ന് മാത്രമല്ല പഠിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായ കുറേ സെൻറ്റൻസുകളും കുറേ വൊക്കാബുലറിയും ഒക്കെ കിട്ടും. ചില കാര്യങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന പ്രത്യേകതരം ശൈലികൾ തന്നെയുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കിട്ടും. അപ്പോൾ വെറും ക്യാനും ക്യാൻ ബിയും പഠിക്കുക മാത്രമല്ല, മറിച്ച് നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഫ്രേസസും സ്പോക്കൺ ഇംഗ്ലീഷിൽ ആവശ്യമായ സെൻറ്റൻസ് കൂടി ഇവിടെ പഠിക്കുമെന്നുള്ളത് ഞാൻ ആമുഖമായി പറയാം. അതുകൊണ്ട് ഈ ക്ലാസ് ആദ്യ അവസാനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ പെർമിഷൻസ്. ഓക്കെ, അനുവാദങ്ങൾ, പെർമിഷൻ അല്ലേ, പെർമിഷൻ, അനുവാദം കൊടുക്കാനും വാങ്ങാനും ക്യാൻ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മൂന്നാമതായി പറയുകയാണെങ്കിൽ ടു എക്സ്പ്രസ് പോസിബിലിറ്റി, സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട് ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ടു എക്സ്പ്രസ് റിക്വസ്റ്റ്, ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾക്കായിട്ട് ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ 4 തരത്തിലുള്ള ഉപയോഗമാണ് സാധാരണ ഒരു ജീവിതത്തിൽ മനുഷ്യൻ്റെ ഡെയിലി നിത്യ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് ക്യാനും ഉപയോഗിക്കാറുള്ളൂ. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ നിത്യ സംഭാഷണത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല. ഇത് 4മാണ് ഒരു സാമാന്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ടു എക്സ്പ്രസ് എബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഈ എബിലിറ്റി, കഴിവിനെ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കുക? ടു എക്സ്പ്രസ് എബിലിറ്റി നമുക്ക് ചില ചെറിയ സംഭാഷണ ശകലങ്ങൾ നോക്കാം. സിറ്റുവേഷനിലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിൽ പറയും. അതുകൊണ്ട് കേവലം സെൻറ്റൻസുകൾ പറയുന്നതിനപ്പുറത്ത് നമുക്ക് കൊച്ചു കൊച്ചു സംഭാഷണങ്ങളായിട്ട് പറഞ്ഞു പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പറയുക കേട്ടോ. നിങ്ങളുടെ കൈകൊണ്ട് 25 കിലോ ഉയർത്താൻ കഴിയുമോ? ഒരു സെൻറ്റൻസാണ്. നമ്മളൊരാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈകൊണ്ട് 25 കിലോ ഉയർത്താൻ കഴിയുമോ? Can you lift 25 kilos with your hands? Can you lift 25 kilos with your hands? ഇവിടെ ക്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ കഴിവിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് കഴിയുമോ? ക്യാൻ യു. നിങ്ങൾക്ക് കഴിയുമോ? ക്യാൻ യു. എന്തിനു കഴിയുമെന്ന്? ക്യാൻ യു ലിഫ്റ്റ് 25 kilos with your hands? അതെ, എനിക്ക് 25 കിലോ ഉയർത്താൻ കഴിയും. Yes, I can lift 25 kilos.
അതെ എനിക്ക് 25 കിലോ ഉയർത്താൻ കഴിയും. യെസ് ഐ ക്യാൻ ലിഫ്റ്റ് 25 കിലോസ്. അടുത്തത് നോക്കാം. നിങ്ങൾക്ക് ഒരു ചിത്രം വരയ്ക്കാൻ കഴിയുമോ? ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞൂടെ? Can you draw a picture? Can you draw a picture? അതെ എനിക്ക് വരയ്ക്കാൻ കഴിയും. അതെ എനിക്ക് വരയ്ക്കാൻ കഴിയും. നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് ആലോചിക്കുക, എങ്ങനെ ആ സെൻസ് പറയാം? അതെ എനിക്ക് വരയ്ക്കാൻ കഴിയും. യെസ് ഐ ക്യാൻ ഡ്രോ അല്ലേ? അത്ര പറഞ്ഞാൽ തന്നെ അത് മീനിങ് ആയി. യെസ് ഐ ക്യാൻ ഡ്രോ. പക്ഷെ നമ്മളതൊരു സംഭാഷണത്തിൽ പറയുമ്പോൾ എന്തോ നമ്മളങ്ങനെ എന്താ പറയുക, കറക്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യില്ല. യെസ് ഐ ക്യാൻ ഡ്രോ. ഇനി ഇങ്ങനെ വേണം പറയാം. യെസ് എനിക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് പറയെങ്കിലും നേരത്തെ എന്തിനെ പറ്റിയാണ് ചോദിച്ചാൽ ചിത്രത്തെക്കുറിച്ചാണ്. യെസ് ഐ ക്യാൻ ഡ്രോ എ പിക്ചർ. അതല്ലെങ്കിൽ കുറച്ചും കൂടെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്ലുവൻറ്റ് മാനറിൽ പറയുകയാണെങ്കിൽ യെസ് ഐ ക്യാൻ ഡ്രോ വൺ. യെസ് ഐ ക്യാൻ ഡ്രോ വൺ. Can you draw a picture? Yes I can draw one. Can you draw a picture? Yes I can draw one. നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കാൻ കഴിയുമോ? Can you draw a picture? Yes I can draw one. അപ്പോൾ ക്യാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് അല്ലേ? 5 സംഭാഷണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ 2 സംഭാഷണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത സംഭാഷണം. നിനക്ക് ചപ്പാത്തി പരത്താൻ കഴിയുമോ? നിനക്ക് ചപ്പാത്തി പരത്താൻ കഴിയുമോ? ചപ്പാത്തിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ചപ്പാത്തി എന്നാണ് പറയുക. കഴിയുമോ? ക്യാൻ യു. നിങ്ങൾക്ക് കഴിയുമോ? ക്യാൻ യു. ചപ്പാത്തി പരത്തുക. ചപ്പാത്തി പരത്തുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാം? പരത്തുക എന്നുള്ളതിന് നമ്മുടെ മനസ്സിലേക്ക് പലതും വന്നേക്കാം അല്ലേ? ഒരു സ്പോക്കൺ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ചപ്പാത്തി പരത്തുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ റോൾ എന്ന് പറയുന്ന വേർഡാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ക്യാൻ യു റോൾ ചപ്പാത്തി? ക്യാൻ യു റോൾ എ ചപ്പാത്തി? ക്യാൻ യു റോൾ ചപ്പാത്തി? ക്യാൻ യു റോൾ ചപ്പാത്തി? നിനക്ക് ചപ്പാത്തി പരത്താൻ കഴിയുമോ? ക്യാൻ യു റോൾ ചപ്പാത്തി? അതെ എനിക്ക് ചപ്പാത്തി പരത്താൻ കഴിയും. യെസ് ഐ ക്യാൻ റോൾ ചപ്പാത്തി. യെസ് ഐ ക്യാൻ റോൾ ചപ്പാത്തി. നിനക്ക് ചപ്പാത്തി പരത്താൻ കഴിയുമോ? ക്യാൻ യു റോൾ ചപ്പാത്തി? അതെ എനിക്ക് ചപ്പാത്തി പരത്താൻ കഴിയും. യെസ് ഐ ക്യാൻ റോൾ ചപ്പാത്തി. നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? ഇല്ല എനിക്ക് നീന്താൻ കഴിയില്ല. നോ ഐ കാൺട്ട് സ്വിം. ഇപ്പോൾ ക്യാൻ്റെ കൂടെ നോട്ട് ചേർത്താൽ കഴിയില്ല, ആ എബിലിറ്റി എനിക്ക് സാധ്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നോ ഐ കാൺട്ട്. നോ ഐ കാൺട്ട് സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല. നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? ഇല്ല എനിക്ക് നീന്താൻ കഴിയില്ല. നോ ഐ കാൻ സ്വിം. അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. നിനക്ക് മരം കയറാൻ കഴിയുമോ? നിനക്ക് മരം കയറാൻ കഴിയുമോ? ക്യാൻ യു ക്ലൈംബ് എ ട്രീ? Can you climb a tree? മരം കയറുന്നതിനെ ക്ലൈംബ് എന്നാ പറയല്ലേ? Can you climb? Can you climb a tree? അതെ എനിക്ക് മരം കയറാൻ കഴിയും. Yes, I can climb trees. Yes, I can climb trees. Can you climb a tree? അവിടെ എ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾസ് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു എണ്ണാൻ പറ്റുന്ന നൗണിൻ്റെ മുമ്പിലൊക്കെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ ദ യൂസ് ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മൾ സാധാരണ രീതിയിൽ എക്കും ആനും നമ്മൾ പഠിക്കുന്ന അർത്ഥം ഒരു എന്നായിരിക്കും അല്ലേ? എ പെൻ ഒരു പേന, എ ബുക്ക് ഒരു ബുക്ക്. പക്ഷെ അത് എപ്പോഴും ആ ഒരു അവിടെ ഉണ്ടാവണം എന്നില്ല. ആ ഒരു എന്ന അർത്ഥത്തിലായിരിക്കില്ല പലപ്പോഴും യൂസ് ചെയ്യുക. നമ്മൾ കോമൺ ആയിട്ട് ജനറലായിട്ടൊരു നൗണിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ എയോ ആനോ വെക്കോ, എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ദ വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിനക്ക് മരം കയറാൻ കഴിയുമോ? ക്യാൻ യു ക്ലൈംബ് എ ട്രീ? അതെ എനിക്ക് മരം കയറാൻ കഴിയും. യെസ് ഐ ക്യാൻ ക്ലൈംബ് ട്രീസ്. ഇനി നമ്മൾ ടു എക്സ്പ്രസ് പെർമിഷൻ ക്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് പെർമിഷൻസ്, അനുവാദങ്ങൾ. പെർമിഷൻ കൊടുക്കാനും വാങ്ങാനും അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പെർമിഷൻ കൊടുക്കൽ എങ്ങനെയാണ് ക്യാൻ ഉപയോഗിച്ചിട്ടെന്നുള്ള ചെക്ക് ചെയ്യാം. നിനക്ക് പാർട്ടിക്ക് പോകാം. യു ക്യാൻ ഗോ ടു ദ പാർട്ടി. നിനക്ക് പാർട്ടിക്ക് പോവാം. യു ക്യാൻ ഗോ ടു ദ പാർട്ടി. ഇവിടെ ഒരാൾക്ക് നമ്മളൊരു അനുവാദം അല്ല, ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. യാ ഞാൻ വളരെയധികം ആവേശത്തിലാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പറയാണ് യാ. ഇല്ല നമ്മളെ സന്തോഷം കൊണ്ട് പറയില്ലേ മലയാളത്തിൽ യ. അതിന് തത്തുല്യമായിട്ട് ഇംഗ്ലീഷിൽ യ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. YAY യ. ഓക്കെ, ഐ എം സോ എക്സൈറ്റഡ്. യ ഐ എം സോ എക്സൈറ്റഡ്. നിനക്ക് പാർട്ടിക്ക് പോകാം. യു ക്യാൻ ഗോ ടു ദ പാർട്ടി. യ ഞാൻ വളരെയധികം ആവേശത്തിലാണ്. യ ഐ എം സോ എക്സൈറ്റഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഉദാഹരണം നോക്കിയാലോ. പെർമിഷൻ കൊടുക്കുകയാണ്. തനിക്കിന്ന് നേരത്തെ പോകാം. തനിക്കിന്ന് നേരത്തെ പോകാം.
യു ക്യാൻ ലീവ് ഏർലി ടുഡേ. യു ക്യാൻ ലീവ് ഏർലി ടുഡേ. ഇന്ന് നിനക്ക് നേരത്തെ പോവാന്നാണ് പറഞ്ഞത്. ഇത് പെർമിഷൻ കൊടുക്കലാണ്. അപ്പോൾ മറുപടിയായിട്ട് പറയുകയാണ്, വളരെ നന്ദി, ഞാൻ ജോലി നാളെ പൂർത്തിയാക്കാം. വളരെ നന്ദി, താങ്ക് യു വെരി മച്ച്. I will finish up the work tomorrow. I will finish up the work tomorrow. Thank you very much. I will finish up the work tomorrow. I will finish the work എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഫ്ലുവൻസി കിട്ടണമെങ്കിൽ I will finish up. I will finish up the work tomorrow. ആ ഫിനിഷ് അപ്പ് എന്ന് പറയുമ്പോഴാണ് അത് കുറച്ചുകൂടെ പൂർണ്ണമാവുന്നത്. അപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ കോൺവെർസേഷൻസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ സംഭാഷണത്തിലേക്ക് ആവശ്യമായ കുറേ സെൻറ്റൻസുകൾ, കുറേ ഫ്രൈസസ് കൂടി നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. തനിക്കിന്ന് നേരത്തെ പോകാം. യു ക്യാൻ ലീവ് ഏർലി ടുഡേ. വളരെ നന്ദി, ഞാൻ ജോലി നാളെ പൂർത്തിയാക്കാം. താങ്ക് യു വെരി മച്ച്. ഐ വിൽ ഫിനിഷ് അപ്പ് ദ വർക്ക് ടുമോറോ. നിനക്ക് നിന്റെ സുഹൃത്തുക്കളെ ഇങ്ങ് ക്ഷണിക്കാം. യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ഓവർ. യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ഓവർ. ഈ ഓവർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇത്ര പറഞ്ഞാൽ മതി. യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ്. നിനക്ക് എൻ്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കാം. പക്ഷെ ഒരു ഓവർ കൂടെ വരുമ്പോഴാണ് അങ്ങനത്തെ ഫിനിഷിനോട് ഫിനിഷ് അപ്പ് എന്ന് പറഞ്ഞവർ നമ്മൾ ഇങ്ങോട്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങോട്ട് ക്ഷണിക്കാമെന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഇങ്ങ് അല്ലേ, നമ്മൾ മലയാളത്തിൽ ഇങ്ങ് എന്നൊക്കെ പറയില്ല. അതുപോലെ യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ഓവർ ഹിയർ. എൻ്റെ പകരം ഹിയറിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ഓവർ. യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ഓവർ. ഓക്കെ, അപ്പോൾ അതൊരു പറഞ്ഞ് പഠിക്കുക. യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ഓവർ. യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ഓവർ. അപ്പോൾ മറുപടിയായിട്ട് പറയാം, ഗംഭീരം, ഓസം, ഞാൻ അവരെ അറിയിക്കാം. I let them know. I let them know. I'll let them know. I will let them know. ഞാൻ അവരെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പെർമിഷൻ കൊടുക്കലാണ് അല്ലേ. ഇനി പെർമിഷൻ ചോദിക്കാൻ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഞാൻ നിങ്ങളുടെ പേന ഉപയോഗിച്ചോട്ടെ. Can I use your pen? ഞാൻ നിങ്ങളുടെ പേന ഉപയോഗിച്ചോട്ടെ. Can I use your pen? തീർച്ചയായും ഇതാ. തീർച്ചയായും ഇതാ. Sure, here you go. ശ്രദ്ധിക്കുക, നമ്മൾ മലയാളത്തിൽ ഇതാ എന്ന് പറയില്ലേ, അതിന് ഇംഗ്ലീഷിൽ ഹിയർ യു ഗോ എന്നാണ് പറയാം. സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുമ്പോൾ ഹിയർ യു ഗോ. ഹിയർ യു ഗോ എന്ന് എന്താ, നിനക്ക് പോവാമെന്നല്ല, ഇതാ എന്നാണ്. നമ്മളൊരു വസ്തു നമ്മളോട് ചോദിച്ചൊരു സാധനം നമ്മൾ ഇതാ എന്ന് പറഞ്ഞ് കൊടുക്കൂലേ, ആ കൊടുക്കുമ്പോൾ ഹിയർ യു ഗോ, ഹിയർ യു ഗോ, ഇതാ ഹിയർ യു ഗോ. അതിൻ്റെ അർത്ഥം ഹിയർ ഇറ്റ് ഇസ്. ഇനി വേറെ എങ്ങനെയും പറയാം അല്ലേ, നമ്മുടെ സിമ്പിൾ ഇംഗ്ലീഷിൽ പറയാം ഹിയർ ഇറ്റ് ഇസ്, ഹിയർ യു ഗോ, ഹിയർ ഇറ്റ് ഇസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ പേന ഉപയോഗിച്ചോട്ടെ. Can I use your pen? തീർച്ചയായും ഇതാ. ഷോ ഹിയർ യു ഗോ. ഷോർ ഹിയർ ഇറ്റ് ഇസ്. ഷോർ ഹിയർ യു ഗോ. ഷോർ ഹിയർ ഇറ്റ് ഇസ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയല്ലോ. ഇനി മറ്റൊന്ന് ചോദിക്കാം. നിന്റെ ബൈക്ക് ഒന്ന് ഓടിക്കാൻ എടുത്തോട്ടെ. Can I take your bike for a ride? നിന്റെ ബൈക്ക് ഒന്ന് ഓടിക്കാൻ എടുത്തോട്ടെ. Can I take your bike for a ride? റൈഡ് എന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുക. ഓക്കെ, ശരി പക്ഷെ സൂക്ഷിക്കണം. ശരി പക്ഷെ സൂക്ഷിക്കണം. അപ്പോൾ ശരി എന്ന് ഓക്കെ, അതല്ലെങ്കിൽ യെസ് ബട്ട് ബി കെയർഫുൾ. ബട്ട് ബി കെയർഫുൾ. ശരി യെസ് എടുത്തോ, അല്ലെങ്കിൽ ഓക്കെ പക്ഷെ സൂക്ഷിക്കണം. ബട്ട് ബി കെയർഫുൾ. ഓക്കെ, ഇനി നമുക്ക് ക്യാൻ ഉപയോഗിക്കുന്ന അടുത്ത സാഹചര്യം എന്ന് പറയുന്നത് എക്സ്പ്രസ് പോസിബിലിറ്റി. സാധ്യതകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കും. ടു എക്സ്പ്രസ് പോസിബിലിറ്റി. പുകവലി ക്യാൻസറിന് കാരണമായേക്കാം. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. ഇതൊരു പോസിബിലിറ്റിയാണ്, ഒരു സാധ്യതയാണ് അല്ലേ. എനിക്കറിയാം, അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഞാനത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഇംഗ്ലീഷ് അതാ, എനിക്കറിയാം. ദാറ്റ്സ് വൈ ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് ഇറ്റ് ലാസ്റ്റ് ഇയർ. ഐ നോ ദാറ്റ്സ് വൈ ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് ഇറ്റ് ലാസ്റ്റ് ഇയർ. എനിക്കറിയാം. ദാറ്റ്സ് വൈ ഐ ഡിസൈഡഡ്, അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് എന്ത്, ടു ക്വിറ്റ് ഇറ്റ് ലാസ്റ്റ് ഇയർ. അപ്പോൾ പുകവലി ക്യാൻസറിന് കാരണമായേക്കാം. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. എനിക്കറിയാം, അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഞാനത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ഐ നോ ദാറ്റ്സ് വൈ ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് ഇറ്റ് ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇനി മറ്റൊരു പോസിബിലിറ്റിയെ കുറിച്ച് പറയാം. നാളെ മഴ പെയ്തേക്കാമോ? അല്ലെ, ഒരു ചോദ്യം ചോദിക്കുക, ഒരു സാധ്യത നമ്മൾ ചോദിക്കുകയാണ് അല്ലേ. നാളെ മഴ പെയ്തേക്കാമോ? ക്യാൻ ഇറ്റ് റെയിൻ ടുമോറോ? Can it rain tomorrow? അതിനുള്ള സാധ്യതയുണ്ട്. There's a chance it might. ശ്രദ്ധിക്കണേ, ഇതൊരു ശൈലിയാണ് ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന. There's a chance it might. അതിന് സാധ്യതയുണ്ട്. There's a chance it might. There's a chance it might. അതിൻ്റെ അർത്ഥം എന്താ? There's a possibility of that. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വേണം പറയാം. Can it rain tomorrow? നാളെ മഴ പെയ്തേക്കാമോ?
അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ പറയാം നമ്മുടെ നോർമൽ വേയിൽ there is a possibility of that, there is a possibility of it, there is a possibility of that, അല്ലേ, there is a possibility of it or there is a possibility of that, there is a possibility of that. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ there is a chance it might, there is a chance it might, there is a chance it might. ഓക്കെ, നാളെ മഴ പെയ്തേക്കാമോ, can it rain tomorrow, അതിനുള്ള സാധ്യതയുണ്ട്, there is a chance it might, അല്ലെങ്കിൽ there is a possibility of that. മറ്റൊരു പോസിബിലിറ്റി പറയുകയാണെങ്കിൽ ഇത് മയക്കത്തിന് കാരണമായേക്കാമോ, ഇത് മയക്കത്തിന്, അല്ലേ, മയങ്ങിപ്പോലെ മയക്കത്തിന് കാരണമായേക്കുമോ. നമ്മളൊരാളോട് ചോദിക്കുക, ഒരാൾ എന്തെങ്കിലും ഒരു മരുന്ന് എന്തെങ്കിലും നമുക്ക് തരികയാണ്, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇത് മയങ്ങാൻ സാധ്യതയുണ്ടോ, ഇത് കഴിച്ചാൽ ഇത് മയക്കത്തിന് കാരണമായേക്കുമോ. Can it cause drowsiness? Can it cause, അല്ലെങ്കിൽ can it cause drowsiness? മറുപടിയായിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെ, അതിനുള്ള സാധ്യതയുണ്ട്. There is a chance it might, there is a chance it might, there is a possibility of that, there is a chance it might, there is a possibility of that. ഓക്കെ, അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് there is a chance it might എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, അതിനേക്കാൾ കൂടുതലും നമ്മളിവിടെ ക്യാനിൻ്റെ ഉപയോഗമാണ് പഠിക്കുന്നത്. അപ്പോൾ ക്യാൻ എന്തിനാണ്, ഒരു പോസിബിലിറ്റി പറയാൻ, അല്ലേ, ചോദിക്കാനോ പറയാനോ ഉപയോഗിക്കുക. അപ്പോൾ ക്യാൻ ഇറ്റ് കോസ് ഡ്രൗസിനെസ്, അത് മയക്കത്തിന് കാരണമായേക്കുമോ. മറ്റൊരു പോസിബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പദ്ധതി നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും. ഇത് ഒരു പോസിബിലിറ്റിയാണ്, അല്ലേ. They can finish the project early, they can finish the project early. അത് അവർ എത്ര വേഗത്തിൽ ജോലി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എൻ്റെ മറുപടി പറയാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫാസ്റ്റ് ദേ വർക്ക്. അതവർ എത്ര വേഗത്തിൽ ജോലി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫാസ്റ്റ് ദേ വർക്ക്. അപ്പോൾ they can finish the project early, it depends on how fast they work. Okay, got it. ഇനി നമുക്ക് പോസിബിലിറ്റി ഒരു ഉദാഹരണത്തോടെ നോക്കിയാലോ. അദ്ദേഹത്തിന് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞേക്കും. അതും ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്, അല്ലേ. he can recover from the illness, he can recover from the illness. ശരിയായ ചികിത്സയിലൂടെ അത് സാധ്യമാണ്. it's possible with the right treatment, it's possible with the right treatment. ഓക്കെ, ഇനി നമ്മൾ ക്യാൻ്റെ നാലാമത്തെ ഉപയോഗമാണ് ടു എക്സ്പ്രസ് റിക്വസ്റ്റ്. അപേക്ഷകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. ഇതാണ് നാലാമത്തേത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ആ ഉപ്പ് ഇങ്ങ് തരുമോ, ഉപ്പ് ഇങ്ങ് തരുമോ. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള, അല്ലെ, മക്കളോടോ ഭാര്യനോടോ ആരോടെങ്കിലും പറയുകയാണ്, ആ ഉപ്പ് ഇങ്ങ് തരുമോ, കൂടെ ഭക്ഷണം കഴിക്കുന്ന ആളോട്. Can you pass me the salt? Can you pass me the salt? തീർച്ചയായും ഇതാ. Sure, here you go. Sure, here you go. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാ എന്നതിന് നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ here you go. Sure, here you go. Okay, can you pass me the salt? Sure, here you go. കുറച്ച് വെള്ളം കിട്ടുമോ? Can I get some water? കുറച്ച് വെള്ളം കിട്ടുമോ? Can I get some water? ഞാൻ കൊണ്ടുവരാം. I will bring it to you. ഞാൻ കൊണ്ടുവരാം. I'll bring it to you. I'll bring it to you. ഇത് ഒരു സെക്കൻഡ് പിടിക്കാമോ? ഇതൊരു സെക്കൻഡ് പിടിക്കാമോ? Can you hold this for a second? Can you hold this for a second? Can you hold this for a moment? Can you hold this for a second? ഇതൊരു സെക്കൻഡ് പിടിക്കാമോ? ഇതൊരു ഇത്തിരി നേരം പിടിക്കാമോ? Can you hold this for a while? Can you hold this for a while? Can you hold this for a second? Can you hold this for a moment? ഇതൊരു സെക്കൻഡ് പിടിക്കാമോ? Can you hold this for a second? കുഴപ്പമില്ല, ഞാൻ പിടിക്കാം. No problem, I'll hold it. No problem, I'll hold it. കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. No problem, I shall hold it. ഓക്കെ, ഷാളിൻ്റെ വില്ലേക്ക് ഉപയോഗം പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, അടുത്തൊരു സെൻറ്റൻസ്. ലൈറ്റുകൾ ഓഫ് ചെയ്യാമോ? നമ്മളൊരു റിക്വസ്റ്റ് ആണ്. ലൈറ്റുകൾ ഓഫ് ചെയ്യാമോ? Can you turn off the lights? ലൈറ്റുകൾ ഓഫ് ചെയ്യാമോ? Can you turn off the lights? ലൈറ്റുകൾ ഓൺ ചെയ്യാമോ? Can you turn on the lights? ശരി, ഇപ്പം ചെയ്യാം. ഓക്കെ, അതർവൈസ് yes, I'll do it right now.
I will do it right now. Can you turn off the lights? Yes, I will do it right now. ഒരു ഉദാഹരണം, എനിക്ക് നാളെ ഒരു ദിവസം അവധി എടുക്കാമോ? ഇതൊരു അപേക്ഷയാണ്, റിക്വസ്റ്റ് ആണ് അല്ലേ. എനിക്ക് നാളെ ഒരു ദിവസം അവധി എടുക്കാമോ? Can I take a day off tomorrow? Can I take a day off? അവധി എടുക്കുക അല്ലേ, take a day off. Can I take a day off? Can I take a day off tomorrow? എനിക്ക് നാളെ ഒരു ദിവസം അവധി എടുക്കാമോ? അത് സാധ്യമാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. Let me check if that's possible. Let me check if it is, otherwise if that is possible. Let me check if that is possible. Let me check if that is possible. Can I take a day off tomorrow? Let me check it. Let me check if that is possible. Okay, let me check if that is possible. Okay. അപ്പോൾ നമ്മൾ ക്യാനിൻ്റെ ഉപയോഗം പഠിച്ചു. 4 സിറ്റുവേഷനിലാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുക എന്നുള്ളത് പഠിച്ചു. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തു. അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഇനി ക്യാൻ ബി എവിടെയാണ് ഉപയോഗിക്കുക? ഈ ക്യാൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ക്യാനിൻ്റെ കൂടെ ബി കൂടി ഉപയോഗിക്കുക. അതായത് ക്യാനും ക്യാൻ ബിയും തമ്മിൽ വലിയ വ്യത്യാസം, രണ്ടും ഒന്ന് തന്നെയാണ്. പാസീവ് വോയിസസ് പറയുമ്പോൾ ക്യാനിൻ്റെ കൂടെ ബി വരും, അത്രയേ ഉള്ളൂ. അതായത് വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിച്ച് പറയുന്നതാണല്ലോ പാസീവ് വോയിസ്. അപ്പോൾ നമ്മൾ ക്യാൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ക്യാൻ ബി ഉപയോഗിക്കാം. പക്ഷെ ക്യാൻ ബി ഉപയോഗിക്കുന്നത് പാസീവ് സെൻറ്റൻസുകൾ പറയുമ്പോഴാണ് സാധാരണ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, എബിലിറ്റി ആൻഡ് പോസിബിലിറ്റി. എബിലിറ്റിയും പോസിബിലിറ്റിയും പറയാനല്ലേ ക്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ. അത് തന്നെയാണ് ക്യാൻ ബീൻ്റെ ഉപയോഗം. പക്ഷേ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിൽ അത് കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഇൻ പാസീവ് ഫോം. എബിലിറ്റി ആൻഡ് പോസിബിലിറ്റി ലൈക്ക് ക്യാൻ ഇൻ പാസീവ് ഫോം. ക്യാനിനെ പോലെ തന്നെ എബിലിറ്റിയും പോസിബിലിറ്റിയും പറയാം, പക്ഷേ പാസീവ് രൂപത്തിൽ പറയുമ്പോഴാണ്. ഓക്കെ, അത് എപ്പോഴാണ് പാസീവ് രൂപത്തിൽ പറയാം നോക്കാം നമുക്ക്. എബിലിറ്റി ആൻഡ് പോസിബിലിറ്റി ഇൻ പാസീവ് ഫോം. ഒന്നാമത്തെ കോൺവെർസേഷൻ നോക്കിയേ. ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പ്രശ്നമാണ് പ്രധാനം. ഈ പ്രശ്നത്തെ സബ്ജക്റ്റ് ആക്കുക, എന്നിട്ട് സംസാരിക്കുക. നമ്മളെപ്പോഴും മനുഷ്യനല്ലാത്ത എന്തും, അതായത് ജീവനില്ലാത്ത ഒരു സംഗതിയെ സബ്ജക്റ്റായി പറയുമ്പോഴാണ് പാസീവ് വോയിസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഐ ക്യാൻ ടീച്ച് യു ഇംഗ്ലീഷ്. അതിലാരാ ജോലി ചെയ്യുന്നത്? ഞാനാണ്. അപ്പം ഞാൻ എന്ന് പറയുന്ന പ്രവൃത്തി എന്ന ആളെക്കുറിച്ച് ആളെ സബ്ജക്റ്റാക്കി പറയുമ്പോൾ അവിടെ പാസീവിൽ പറയേണ്ട ആവശ്യമില്ല, ആക്റ്റീവ് പറഞ്ഞാൽ മതി. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. നമ്മളിപ്പോൾ നമുക്കൊരു മെസ്സേജ് വരികയാണ് ഫോണിൽ, നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. അവിടെ നിങ്ങളുടെ അപേക്ഷയാണ്. അപേക്ഷ എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനല്ല, ഒരു ജീവിയല്ല, ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപേക്ഷയെ സബ്ജക്റ്റാക്കി പറയേണ്ടി വരും. അപ്പോൾ അത് പാസീവ് സെൻസ് ആയിരിക്കും. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിസീവ്ഡ്. ഇപ്പോഴാണ് ഈ ഹാസ് ബീൻ ഒക്കെ ഉപയോഗിക്കുന്നത് പാസീവ് രൂപമായതുകൊണ്ട്. ഓക്കെ, എനിവേ നമ്മളത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ സ്വാഭാവികമായി ഇത് പാസീവ് ആയിരിക്കും. ദിസ് പ്രോബ്ലം ക്യാൻ സോൾവ് എന്നുള്ളതിന് പകരം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണല്ലോ. അപ്പോൾ ക്യാൻ ബി സോൾവ്ഡ് ഈസിലി. അപ്പോൾ ക്യാനിൻ്റെ കൂടെ ഒരു ബി കൂടെ വന്നു. അവിടെ സോൾവ്ഡ് എന്ന് പറയുന്നത് V3 വെർബിൻ്റെ തേർഡ് ഫോമാണ്. അതെ, അത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും. യെസ്, ഇറ്റ് ക്യാൻ ബി റിസോൾവ്ഡ് ക്വിക്ക്ലി. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ആ പ്രോബ്ലത്തിനെ കുറിച്ചാണ്. ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ക്യാൻ റിസോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എന്ന് പറയുന്ന സാധനമായിരിക്കണം പ്രവൃത്തി ചെയ്യേണ്ടത്. ഇറ്റ് ക്യാൻ റിസോൾവ്. അതുകൊണ്ട് ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല, ക്യാൻ ബി ഉപയോഗിക്കണം. വിച്ച് ക്യാൻ ബി റിസോൾവ്ഡ് ക്വിക്ക്ലി. മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. അത്താഴത്തിന് ശേഷം പാത്രങ്ങൾ കഴുകാം. ദ ഡിഷസ്. ഇവിടെ ഡിഷസ് ആണ് സബ്ജക്റ്റായിട്ട് വരുന്നത്, മനുഷ്യനല്ല. അതുകൊണ്ട് ഇത് പാസീവിൽ പറയേണ്ടതായിട്ടിരിക്കുന്നു. ദ ഡിഷസ് ക്യാൻ ബി വാഷ്ഡ് ആഫ്റ്റർ ഡിന്നർ. അത്താഴത്തിന് ശേഷം പാത്രങ്ങൾ കഴുകാം. ദ ഡിഷസ് ക്യാൻ ബി വാഷ്ഡ് ആഫ്റ്റർ ഡിന്നർ. തീർച്ചയായും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവ വൃത്തിയാക്കാൻ കഴിയും. Sure, they can be cleaned once we finish eating. Sure, they can be cleaned once we finish eating. തിന്ന് കഴിയുമ്പോൾ നമുക്കത് വൃത്തിയാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ക്യാൻ ബി എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങൾ ഇന്ന് പുറത്തുണക്കാം. The clothes can be dried outside today. വസ്ത്രങ്ങൾ ഇന്ന് പുറത്തുണക്കാം.
The clothes can be dried outside today. അതെ, വെയിലില്ലാത്തതിനാൽ അവ അഴയിൽ തൂക്കിയിടാം. അഴ അല്ലേ, അഴ എന്ന് പറയുമ്പോൾ ലൈൻ. Yes, they can be hung on the line since it's sunny. ഇവിടെ ശ്രദ്ധിക്കുക, ഹങ് എന്ന് പറയുന്നത് ഹാങ് എന്ന് പറയുന്ന തൂക്കിയിടുക എന്ന് പറയുന്നതിൻ്റെ V3 ഫോമാണ്. ഇത് പാസീവ് സെൻറ്റൻസ് ആണ്. Yes, they can be hung on the line since it's sunny. ഇന്ന് നല്ല വെയിലായതിനാൽ, it's sunny, വെയിലായതിനാൽ. Since it's sunny, since എന്ന് പറയുമ്പോൾ ആയതിനാൽ, അതുകൊണ്ട് എന്ന അർത്ഥമാണ് ഇവിടെ. സോ അതുകൊണ്ട്, അല്ലെങ്കിൽ since it's sunny, ഇന്ന് വെയിലായതിനാൽ. They can be hung, അത് തൂക്കിയിടാം, അവ തൂക്കിയിടാം. On the line, അഴയിൽ. Yes, they can be hung on the line since it's sunny. വസ്ത്രങ്ങൾ ഇന്ന് പുറത്തുണക്കാം. The clothes can be dried outside today. അതെ, വെയിലായതിനാൽ അവ അഴയിൽ തൂക്കിയിടാം. Yes, they can be hung on the line since it's sunny. ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കാം. The bills can be paid online. വെബ്സൈറ്റ് വഴി ഇത് എളുപ്പത്തിൽ ചെയ്യാം. It can be done easily through the website. ഓക്കെ, വെബ്സൈറ്റ് വഴി ഇത് എളുപ്പത്തിൽ ചെയ്യാം. It can be done easily through the website. പണി നാളെ തുടങ്ങാം. The work can be started tomorrow. പണി നാളെ തുടങ്ങാം. The work can be started tomorrow. അനുവാദം കിട്ടിയ ഉടൻ തുടങ്ങാം. It can be begun as soon as we receive the approval. It can be begun as soon as we received the approval. Okay, it can be begun. അല്ലേ, begin എന്ന് പറയുന്ന വാക്കിൻ്റെ V3 ആണ് begun. ഇനി can beയുടെ ഒരു ഉപയോഗം കൂടെ, അതായത് ഇനബിലിറ്റി പറയാൻ വേണ്ടി നമ്മൾ can be നെഗറ്റീവായിട്ട് can't be പറയും. ഇനബിലിറ്റി അല്ലെങ്കിൽ നേരത്തെ എബിലിറ്റി പോസിബിലിറ്റി അല്ലേ, എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതിനെ can be എന്നുള്ള can't be ആക്കി കഴിഞ്ഞാൽ ഇനബിലിറ്റി ഇമ്പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്. നോക്കി, ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇമ്പോസിബിലിറ്റി ആണല്ലോ ശരിക്കും, അല്ലേ, സാധ്യമല്ല. The car can't be parked here. മനസ്സിലായി, ഞാൻ മറ്റൊരു സ്ഥലം കണ്ടെത്താം. Got it, I'll find another spot. Got it, മനസ്സിലായി, I'll find another spot. അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം. കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കാൻ പറ്റില്ല. The kids can't be left alone at home. The kids can't be left alone at home. കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് സുരക്ഷിതമല്ല. അവർക്ക് മേൽനോട്ടം ആവശ്യമാണ്. You are right. It's not safe. They need supervision. അത് അവരുടെ മേലൊരു നോട്ടം ആവശ്യമാണ്, ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ്. You are right. It's not safe. They need a supervision. They need a supervision. Otherwise, they need supervision. ജനൽ ഇപ്പോൾ അടയ്ക്കാൻ കഴിയില്ല. The window can't be closed now. അത് അടയ്ക്കാൻ കഴിയില്ല, പിടിപൊട്ടിപ്പോയി. എന്തുകൊണ്ടാ പിടിപൊട്ടിപ്പോയി? എൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയതുകൊണ്ടാ, അല്ലേ. ഇറ്റ് കാൻ ബി ഷട്ട്. ക്ലോസ് എന്ന് പറയുന്നതിന് ഒരു ഷട്ടും ഉപയോഗിക്കാം. ഇറ്റ് കാൻ ബി ഷട്ട്, ഇറ്റ് കാൻ ബി ക്ലോസ്ഡ്. ഹാൻഡിൽ ഇസ് ബ്രോക്കൺ, അല്ലേ. ഹാൻഡിൽ വാസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഹാൻഡിൽ വാസ് ബ്രോക്കൺ, പൊട്ടിപ്പോയി. ഇനി ഈസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ പ്രസൻറ്റിൽ പാസീവായിട്ട് പറയാം, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ. ദ ഹാൻഡിൽ ഈസ് ബ്രോക്കൺ. ഓക്കെ, ഇന്ന് കാർ നന്നാക്കാൻ പറ്റില്ല. ദ കാർ കാൺട് ബി റിപ്പയർഡ് ടുഡേ. ഭാഗങ്ങൾ വരുന്നത് വരെ, അതായത് പാർട്സ് വരുന്നത് വരെ ഇത് ശരിയാക്കാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് അണ്ടിൽ ദ പാർട്സ് അറൈവ്. അപ്പോൾ ദ കാർ ക്യാൻ ബി റിപ്പയർഡ് ടുഡേ. വൈ? എന്തുകൊണ്ടാ? ഇറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് അണ്ടിൽ ദ പാർട്സ് അറൈവ്. ഭാഗങ്ങൾ, അതിൻ്റെ പാർട്സ് എത്തുന്നത് വരെ അത് നന്നാക്കാൻ സാധിക്കില്ല. യോഗം പുറത്ത് നടത്താനാവില്ല. യോഗം മീറ്റിംഗ് പുറത്ത് നടത്താനാവില്ല. എന്തുകൊണ്ടാ? ദ മീറ്റിംഗ് കാൺ ബി ഹെൽഡ് ഔട്ട് സൈഡ്. വൈ? നടത്താൻ കഴിയില്ല, കാലാവസ്ഥ നല്ലതല്ല, അതുകൊണ്ടാ. ഇറ്റ് കാൺ ബി ഡൺ, ദ വെദർ ഇസ് നോട്ട് ഗുഡ് ഫോർ ഇറ്റ്. കാലാവസ്ഥ അനുയോജ്യമല്ല, അതുകൊണ്ടാ കേട്ടോ. ദ മീറ്റിംഗ് കാൺ ബി ഹെൽഡ് ഔട്ട് സൈഡ്, ഇറ്റ് കാൺ ബി ഡൺ, ദ വെദർ ഇസ് നോട്ട് ഗുഡ് ഫോർ ഇറ്റ്. അപ്പോൾ കാൺ ബി ഉപയോഗിക്കുന്നത് ഇനബിലിറ്റിയോ ഇമ്പോസിബിലിറ്റിയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. അങ്ങനെയാണെങ്കിൽ ക്യാനിൻ്റെയും ക്യാൻ ബിയുടെയും പ്രായോഗികമായ ഉപയോഗം, നമ്മുടെ സംഭാഷണത്തിലുള്ള ഉപയോഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് വാക്കുകൾ, കുഡും കുർഹാവും കുർഹാഫ്മീനൊക്കെ, അല്ലെ മേയും മൈറ്റൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും.